എല്ലാവരും വരുമ്പോൾ സംവിധായകർ പ്രത്യേകിച്ച് തിരക്കഥാകൃത്തുക്കൾ എപ്പോഴും വരുമ്പോൾ പറയാറുണ്ട്. ഇന്നലെ ബാലേട്ടൻ വന്നപ്പോൾ വരെ പറഞ്ഞു, ഞങ്ങൾ എഴുതുന്നത് ഒരുപാട് നീളത്തിൽ അല്ലെങ്കിൽ വലിയ മാറ്റങ്ങളല്ലാതെ കുഞ്ഞു ചെറിയ സ്പോട്ട് ഇംപ്രവൈസേഷൻസ് താരങ്ങളിൽ നിന്നും നടന്മാരിൽ നിന്നും വരുമ്പോൾ അതവരെ അവർക്ക് എൻ്റർപ്രൈസിങ് ആണ്, സന്തോഷമാണ്. അത് ആ സീനിനെ റിച്ചാക്കുമെങ്കിൽ അത് സംവിധായകനപ്പുറം എന്ന് വെച്ചാൽ അവിടെ ഒരു കോമ്പറ്റീഷനല്ല, ഒരു കൂട്ടായ്മയിൽ ജനിക്കുന്ന വിജയമാണ്. ആ ഒരു പോയിൻ്റ് ആഡഡ് ആണെങ്കിൽ യെസ് എന്ന് സംവിധായകൻ പറയും. ജയസൂര്യ അത്തരത്തിൽ ഒരു ലുക്കായാലും പോലീസുകാരൻ്റെ ലുക്ക് അതൊക്കെ ഇങ്ങനെ ജയൻ്റേതായ രീതിയിൽ മാറ്റും. അതൊക്കെ എങ്ങനെയാണ് ജയ? അത് അപ്പോൾ വരുന്നതാണോ അതോ ആ സ്ക്രിപ്റ്റിലൂടെയുള്ള യാത്രയിൽ അച്ചീവ് ചെയ്യുന്നതാണോ? ഇതിൽ രണ്ട് കാര്യങ്ങളുള്ളത്. ഒന്ന് ലുക്കിനെയും ഒന്ന് എന്താ പറയുക നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇത് രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. ഒന്ന് സ്ക്രിപ്റ്റിലെ ഇംപ്രവൈസേഷൻ എന്ന് പറയുന്നത് നമുക്കൊരു സ്ക്രിപ്റ്റ് തരുന്ന സമയത്ത് ഇപ്പോൾ റൈറ്ററേതായ രീതിയിൽ ചിന്തിച്ചിട്ട് നല്ല രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ടാവും. ഡയറക്ടർക്ക് തോന്നുന്ന പോയിന്റ് അതും കൂടി ചിലപ്പോൾ ആഡ് ഓൺ ചെയ്ത് എഴുതിയിട്ടുണ്ടാവും. ഇത് നമ്മൾ വായിക്കുമ്പോൾ ഈ നമുക്ക് റൈറ്റർക്ക് ഒരു കഥാപാത്രത്തിൻ്റെ ഡെപ്തിലേക്ക് ഇറങ്ങാൻ പറ്റുന്നതിന് ഒരു പരിധി വരെയുണ്ട്. മാക്സിമം അല്ല ഇറങ്ങിയിട്ടുണ്ടാവാം. പക്ഷേ മറ്റുള്ളവരെയും കൂടി ശ്രദ്ധിക്കുന്നതിൻ്റെ പേരിൽ മറ്റുള്ളവരിലേക്ക് ഇറങ്ങണം മൂപ്പർക്ക്. അപ്പോൾ ഇതിലേക്ക് മാത്രം ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നേരെ മറിച്ച് ഒരു ആക്ടർ അങ്ങനെയല്ല. അയാൾക്ക് അയാളുടെ ക്യാരക്ടർ മാത്രം ചിന്തിച്ചാൽ മതി. അപ്പോൾ അയാൾ റൂട്ടിലേക്ക് ഇറങ്ങുമ്പോൾ പുതിയ ചോദ്യങ്ങൾ ചിലപ്പോൾ കിട്ടും. അത് നമ്മൾ അവർ സോറി കേട്ടോ ഞാനത് ചിന്തിച്ചിട്ടില്ലല്ലോ എന്ന് പറയും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് അതും കൂടി ആഡ് ഓൺ ചെയ്തുകൂടെ, ആ സീനും കൂടി ഇങ്ങനെ വന്നതെന്നല്ല, ആ ഡയലോഗ് ഇങ്ങനെ പറയില്ലേ എന്നുള്ള ആ ഇംപ്രവൈസേഷൻ ഒക്കെ കാര്യങ്ങൾ സംഭവിക്കും. സജഷൻസും അതെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ് ജയന്തി. പിന്നെ ഈ പറഞ്ഞതുപോലെ ലുക്ക് എന്ന് പറയുന്നത് അത് ചിലപ്പോൾ ഡയറക്ടേഴ്സ് ഇടപെടാറില്ല. കാരണം ഞാൻ അങ്ങനെ ഒരു വട്ടനായതുകൊണ്ട് അവർ പുള്ളി എന്തെങ്കിലും ചെയ്തിട്ട് വരും എന്ന് പറയും. അപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ ചോദിക്കുന്നത് ഇങ്ങനെ അവർ അല്ലേട്ടോ അത് വർക്കൗട്ട് ആവുമോ? ചിലവർക്ക് ചിലപ്പോൾ അത് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. എനിക്കും അറിയില്ല അതിൻ്റെ ലുക്ക്. പക്ഷെ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടോ, എനിക്ക് അയാളെ കാണാൻ പറ്റിയിട്ടുണ്ടാവും. പക്ഷെ അത് ഡയറക്ടർക്ക് അത് കാണാൻ പറ്റണം എന്നില്ല, ചിലപ്പോൾ റൈറ്ററിനും കാണാൻ പറ്റണം എന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളത് ആ ലുക്കിൽ ചെന്ന് നിന്ന് കൊടുക്കും. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഓക്കെ ഏട്ടാ ഇത് ഓക്കെയാണ് എന്ന് പറയും. അങ്ങനെയാണ് ചെയ്യുക.